Good morning, friends. It's me, Simon. Welcomes you once again. Have a fantastic positive day. ഇന്നിപ്പോൾ മലയാളികൾ ഉത്രാടം ബാച്ചിലാണല്ലേ. കാലമൊക്കെ കഴിഞ്ഞു പോയി. കാരണം ഉത്രാടത്തിന് മുമ്പ് തന്നെ അവൻ്റെ പണമുണ്ട്, അവനാവശ്യമായതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു പ്രയോഗമാണ് ഉത്രാടപ്പാച്ചിലല്ലേ. പലപ്പോഴും ദൂരെ നിന്ന് നോക്കി കാണുന്നൊരു വ്യക്തിയുടെ നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ ഈ ഓണം വല്ലാതെ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട 1-2 ആഴ്ചയായിട്ട് പ്രധാന പത്രങ്ങളെല്ലാം 2-3 ഫ്രണ്ട് പേജുമായിട്ട് ഇറങ്ങുന്നത് മുഴുവൻ പരസ്യങ്ങളാണ്. അതുപോലെ പ്രധാനപ്പെട്ട വ്യാപാരി വ്യവസായികളെല്ലാം വലിയ വലിയ ഓഫറുകൾ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. അസംബന്ധ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരേണ്ടതാണ്. ഒരു പ്രഖ്യാപനം ഉണ്ടായ, ഒരു സമ്മാന പ്രഖ്യാപനം ഉണ്ടായാൽ അതൊരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അംഗീകാരം വാങ്ങിച്ചിരിക്കണം. അതുപോലെ നറുക്കെടുക്കും, അതെന്ന് കൊടുക്കും എന്നുള്ളത് ആ മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലതും തട്ടിപ്പായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുക. ജനങ്ങളെ കാറൊക്കെ കാണിച്ച് ആവേശം കാണിച്ച് സാധനമൊക്കെ മേടിപ്പിച്ചിട്ട് കാറൊക്കെ തിരിച്ചു കൊടുക്കും കമ്പനിക്ക് തന്നെ. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. എനിഹൗ അങ്ങനെ ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് നടക്കണം നിയമസഭയിലെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇവരിങ്ങനെ പ്രഖ്യാപിക്കുന്നു, നടപ്പാക്കുന്നില്ല. എന്നാൽ ഗൾഫിലൊക്കെയാണ് 10 കാർ കൊടുക്കും, നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മത്സരങ്ങളിൽ പ്രലോഭിപ്പിച്ചതിന് ശേഷം സമ്മാനം കൊടുക്കാതിരിക്കുന്ന അവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യണം. അതാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നടപടികൾ സ്വീകരിക്കണം. ഗുഡ് മോർണിംഗ് യങ് ജെൻറ്റിൽമെൻസ്. അപ്പോൾ ഗവൺമെൻറ് അത് ശ്രദ്ധിക്കണം. ഈ പറയുന്ന സമ്മാനങ്ങൾ ഇപ്പോൾ എല്ലാവരും വാരിക്കോരി വിതരണം ചെയ്യുക. ചിലരാണ് ബില്ല് ഞങ്ങൾ കൗണ്ട് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ടോക്കൺ തരുന്നില്ല. എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കണം ഗവൺമെൻറ്. ഈ ഓണം വല്ലാതെ കമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ ജനങ്ങളെ അതിന് പ്രതിരോധം തീർക്കാൻ പഠിപ്പിക്കണം. ആവശ്യമുള്ളത് മാത്രമേ മേടിക്കാവൂ. ഈ ഓണത്തിന് മുമ്പ് ഇതിൻ്റെ പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ വാങ്ങിക്കുന്നതിന് ഓണത്തിനേക്കാൾ 40 ടൈംസ് കൂട്ടിയിട്ട് 30 ടൈംസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണം. ബുദ്ധിമാന്മാർ ഓണം വരുന്നതിന് 1 മാസം മുമ്പ് സാധനം മേടിക്കും. ഇതൊരു എന്നാ പറയുക, ഒരു ടെസ്റ്റിംഗ് മെത്തേഡെന്നേ ഉള്ളൂ. ചെക്ക് ചെയ്താൽ മതി. പിന്നെ അതാണ് ഓണത്തെ നമ്മുടെ കയ്യിരിക്കുന്ന കാശെല്ലാം കൊടുത്ത് കളയരുത്. പ്രേരിപ്പിക്കുന്ന ഭയങ്കര പ്രലോഭനമാണ് പരസ്യത്തിലൂടെ. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ പരസ്യം അവർ നടപ്പാക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം. ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അത് പരിശോധിക്കണം. ഒരു സമ്മാനം പ്രഖ്യാപിച്ചു, ആ സമ്മാനം ഇത്രാം തീയതി എടുക്കുമ്പോൾ അതിനകത്ത് ലീഗലാണോ കറക്റ്റാണോ അതിനെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ഓഫീസറെ ചുമതലപ്പെടുത്തണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടെ ഉത്തരവാദിത്വം വരും. നമുക്ക് ജനങ്ങൾ കബളിപ്പിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. അതേസമയം തന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ GST കൗൺസിൽ കൂടുകയും GST 5ഉം 18ഉമായിട്ട് നിജപ്പെടുത്തുകയും ചെയ്തത് 12ഉം 28ഉം ഉപേക്ഷിച്ചു അല്ലേ. സന്തോഷം. നമ്മുടെ നാട്ടിന് അതൊരു കുതിപ്പേകുന്ന കാര്യം സംശയമൊന്നുമില്ല. നമ്മുടെ ജനങ്ങളുടെ അടുക്കളയിലേക്ക് കുറച്ചുകൂടെ ഭക്ഷ്യസാധനങ്ങൾ എത്തും, മുഴുവൻ നികുതിയായിട്ട് പോകുന്നതൊക്കെ. പിന്നെ ഈ ചെറുകിട ഹോട്ടലുകാർ നടത്തുന്ന തട്ടിപ്പൊന്ന് ശ്രദ്ധിക്കണം. GST ഇല്ലാതെ ഒരു വട പോലും തരും. അതിലിവർ GST അടയ്ക്കുന്നുണ്ടോ എന്ന് ഗവൺമെൻറ് ഒന്ന് എൻഷുർ ചെയ്യണം. അത്തരം ചെറിയ ആളുകളെ ഒന്ന് ഒഴിവാക്കി വിട്ടാലും വേണ്ടില്ല. അത് കൗൺസിലിൽ പറയാൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ തയ്യാറാകണം. പിന്നെ മേടിക്കുന്നുണ്ടെങ്കിൽ അടപ്പിച്ചിരിക്കണം. പൊതുജനങ്ങളോട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റാക്കി മാറ്റാതെ അടപ്പിച്ചിരിക്കണം. അതൊന്ന് ചെക്ക് ചെയ്യേണ്ട സോഫ്റ്റ്വെയറൊക്കെ വെച്ചൊന്ന് ചെക്ക് ചെയ്യുന്ന നന്നായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ലോകരാഷ്ട്ര നേതാവ് പറയുകയുണ്ടായി, ഇന്ത്യയിലെ നികുതി പ്രാകൃതമാണ്, ലോകത്തൊരിടത്തും ഇല്ലാത്ത തരത്തിൽ ഇത് ഭയങ്കര വർധനമാണ് എന്ന് പറയുകയുണ്ടായി. അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം നമ്മുടെ നികുതി കുറയ്ക്കാനും തീരും. എന്തായാലും ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. ഒരിക്കലും മറ്റൊരാളെ കേട്ട് നടക്കുന്ന രാജ്യമല്ല ഇന്ത്യ. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ആ ലോക നേതാവ് പുരപ്പുറത്ത് കയറി വിളിച്ചു പറഞ്ഞപ്പം ഒരുപക്ഷെ ഇന്ത്യ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന അറിഞ്ഞിട്ട് ആ ലോക നേതാവ് ചോർത്തിയെടുത്ത് പറഞ്ഞതാണോ, അതോ ആ ലോക നേതാവ് പറയുന്നത് കേട്ടിട്ട് ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ജനങ്ങൾ ഗുണകാരപ്രദമായിപ്പോയി. അതൊരു പരിഷ്കൃത രാജ്യത്തിന് പറ്റിയ നികുതി ഘടകയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അതിലും തീർത്തും ഒഴിവാക്കാവുന്ന തട്ടുകടക്കാരനെയും ദോശക്കടക്കാരനെയൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കും.
അതെല്ലാം നിർബന്ധമായി പിരിക്കുകയാണെങ്കിൽ പിരിച്ചവൻ അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഗവൺമെൻറ് ശ്രമിക്കണം. എന്തായാലും ഈ ഉത്രാടം വലിയ പ്രശ്നങ്ങളും പ്രയാസമില്ലാതെ കടന്നു പോവുകയാണ്, സന്തോഷഭരിതമായി കടന്നു പോവുകയാണ്. ഒന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, മദ്യപിക്കുക, വാഹനം ഓടിക്കുക, ഇത് രണ്ടും ചെയ്യരുത്. മദ്യപിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷേ വാഹനം ഓടിക്കരുത്, അത് ജനങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വാഹനം ഓടിക്കുന്നതിനൊന്ന് പോലീസ് ശ്രദ്ധിക്കണം. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ അനുവദിക്കാൻ പാടില്ല. എത്ര പേരാണ് ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനാപകടത്തിൽ മരിക്കുന്നത് കേരളത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഓണത്തിന് നമുക്ക് മദ്യപാനം കഴിവതും കുറയ്ക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തീർത്തും പാടില്ല. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്മുടെ സ്ട്രീറ്റ് ഡോഗിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ യുവാക്കൾക്ക് അവധിയാണ്. ഒന്ന് കൺട്രോൾ ചെയ്യണം. നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ, ടൂറിസം വിജയിക്കണമെങ്കിൽ, മുമ്പോട്ട് പോകണമെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ഞാൻ പറയുണ്ടായി, ഈ ഓണക്കാലത്ത് വണ്ടിയെടുത്ത് ടൂറിസത്തിന് പോകേണ്ട. കാരണം നമ്മുടെ ടൂറിസ്റ്റ് സെൻറ്ററുകളെല്ലാം ഫുള്ളാണ്, തിക്കിലി പാക്ഡാണ്, താമസിക്കാൻ മുറിയും കിട്ടത്തില്ല. ഇത്രയും നമ്മൾ സ്ട്രെയിൻ എടുക്കണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. വിദേശത്ത് നിന്ന് വരുന്നവരും മറ്റുള്ളവരും വരുന്നവരും പോട്ടെ, നമുക്ക് കുറേ പോകാം. നമ്മൾ വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടും അടുത്ത ബന്ധുക്കളെ സന്ദർശിച്ച് പോകാം. എന്തായാലും ഒന്നുണ്ട്, പത്രത്തിൽ പടം വരാനും ഭിത്തിയിൽ പടം വരാനൊന്നും നമുക്ക് തീവ്രമായി പരിശ്രമിക്കേണ്ടതില്ല. ഒരല്പം ശാന്തതയോടുകൂടി നമുക്ക് ഈ ഓണം, ഈ ഉത്രാടവും ഓണമൊക്കെ ആഘോഷിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.